ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഥയിൽ മാളു വാശി പിടിക്കുന്നുണ്ട്. ഗംഗയും കൂട്ടിയിട്ട് മഹിയുടെ കൂടെ പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ആദ്യം മുത്തശ്ശി സമ്മതിക്കുന്നില്ല. ഗംഗ അപ്പോൾ മുത്തശ്ശിയോട് അപേക്ഷിക്കുന്നുണ്ട്. മാളുവിന് വേണ്ടിയല്ലേ, മാളുവിൻ്റെ ആഗ്രഹമല്ലേ എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ഇനിയും ഒരിക്കൽ കൂടി ഇതുപോലെ അനുവദിക്കത്തില്ല, ഇന്നത്തേക്ക് മാത്രം പൊക്കോളാൻ എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ മാളുവിന് സന്തോഷമാകുന്നു. മാളു ഗംഗയും കൂട്ടിയിട്ട് പോകുന്നുണ്ട്. മാളുവും ഗംഗയും പോയതിനു ശേഷം മുത്തശ്ശി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ കാര്യം നകുൽ അറിഞ്ഞാൽ നകുലിനാണെങ്കിൽ ഒരുപാട് വിഷമമാകും. അതുമാത്രമല്ല, എൻ്റെ മകളെ തെറ്റിദ്ധരിക്കുകയും ചെയ്യും. അവളുടെ ജീവിതത്തിനാണ് പ്രശ്നമാകുന്നത്. എല്ലാം ദൈവം തന്നെ കാത്തോളണമെന്നൊക്കെ വിചാരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് മഹിയും ഗംഗയും മാളൂനിയുമാണ്. മൂന്ന് പേരും ഹോട്ടലിലൊക്കെ പോയിട്ട് ആഹാരമൊക്കെ കഴിക്കുന്നു. ഒരുപാട് സന്തോഷത്തോടെ കഴിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസമാണ്. അടുത്ത ദിവസം നകുൽ കൈലാസത്തിലേക്ക് വരുന്നു. നകുൽ കൈലാസം വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഗംഗയെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകണം, അതിനുവേണ്ടി മുത്തശ്ശിയെ സോപ്പിടണമെന്നൊക്കെ വിചാരിക്കുന്നു. അതിനുശേഷം കൈലാസം വീട്ടിലേക്ക് ചെന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, മുത്തശ്ശിയെ വിളിക്കാനെന്ന് പറയുന്നു. ശ്രേയാണെങ്കിൽ മുത്തശ്ശിയെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതിനുശേഷം നകുൽ പറയുന്നുണ്ട്, എനിക്കൊരു പ്രോജക്റ്റ് ആണെങ്കിൽ കൽക്കത്തയിൽ കിട്ടിയിട്ടുണ്ട്, അതിനുവേണ്ടി ഇനിയും അങ്ങോട്ട് പോകണം. അതിനു മുമ്പ് എൻ്റെയും ഗംഗയുടെയും വിവാഹം നടക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ മുത്തശ്ശി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഗംഗയുടെ വിവാഹം നടത്തുന്നതാണ് നല്ലതെന്നൊക്കെ. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടക്കട്ടെ എന്നൊക്കെ പറയുന്നു. അതിനുശേഷം മുത്തശ്ശിയാണെങ്കിൽ നകുലിന് സത്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്, മോൻ കൽക്കത്തയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ വിവാഹം നടത്താമെന്നൊക്കെ പറഞ്ഞിട്ട്. അത് കേൾക്കുമ്പോൾ നകുലിന് സന്തോഷമാകുന്നു. നകുലിന് മാത്രമല്ല, ശ്രേയയ്ക്കും ദേവയാനി അമ്മയ്ക്കും എല്ലാം സന്തോഷമാകുന്നു. എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഗംഗ അവിടേക്ക് വരുന്നു. ശ്രേയ അപ്പോൾ ഗംഗയോട് പറയുന്നുണ്ട്, നിന്റെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു. നകുലിനാണെങ്കിൽ മുത്തശ്ശി വാക്ക് കൊടുത്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് വിവാഹം നടത്താമെന്ന് പറഞ്ഞിട്ട്. നകുലാണെങ്കിൽ കൽക്കത്തയിലേക്ക് പോവുകയാണെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ ഗംഗയ്ക്കാണെങ്കിൽ ഒരുപാട് സങ്കടമാകുന്നുണ്ട്. നകുലാണെങ്കിൽ ഗംഗയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് സന്തോഷമായോ എന്നൊക്കെ. പിന്നീട് ഗംഗയാണെങ്കിൽ റൂമിലേക്ക് പോകുന്നു. അതിനുശേഷം പരമശിവനെ പ്രാർത്ഥിക്കുകയാണ്. പരമശിവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എൻ്റെ മനസ്സിലാണെങ്കിൽ ഭർത്താവായിട്ടുള്ളത് മഹിയേട്ടൻ മാത്രമാണ്. കുഞ്ഞുനാൾ തൊട്ടേ ഞാൻ മഹിയേട്ടനെ മാത്രമാണ് ആഗ്രഹിച്ചിട്ടുള്ളതെന്നൊക്കെ പറയുന്നു. ഇനിയും എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഗംഗ ഒരുപാട് കരയുന്നുണ്ട്. നകുൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞാൽ ഉടനെ മുത്തശ്ശി ഞങ്ങളുടെ കൂടെ വരണമെന്നൊക്കെ. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് തറവാട് വിട്ടിട്ടൊന്നും വരാൻ പറ്റത്തില്ല, നിങ്ങൾക്കൊരു കുഞ്ഞുവാവ ജനിക്കുമ്പോൾ ഞാൻ അങ്ങോട്ടൊക്കെ വരാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മഹി അവിടേക്ക് വരുന്നുണ്ട്. മഹി പറയുന്നുണ്ട്, എനിക്ക് മുത്തശ്ശിയോട് തനിച്ചൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, നകുൽ ഇവിടെ നിൽക്കുന്നതിന് എന്താണെങ്കിലും പറഞ്ഞോളാം എന്നൊക്കെ പറയുന്നു. നകുൽ അപ്പോൾ പറയുന്നുണ്ട്, അതൊന്നും പ്രശ്നമല്ല, ഞാൻ മാറിത്തരാം, ഇന്നത്തെ ദിവസം എനിക്ക് സന്തോഷമുള്ള ദിവസമല്ലേ, അതുകൊണ്ട് ഞാൻ മാറിത്തരാമെന്ന് പറഞ്ഞിട്ട് നകുൽ അവിടെ നിന്നും മാറുന്നു. മഹി മുത്തശ്ശിയോട് പറയുന്നുണ്ട്, എനിക്ക് ഗംഗയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. മാളുവിന് വേണ്ടി മാത്രമല്ല, എനിക്ക് വേണ്ടി കൂടിയാണ്. എനിക്ക് വയ്യാതിരുന്നപ്പോഴാണ് ഗംഗയെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത്. എൻ്റെയും മാളുവിൻ്റെയും ജീവിതത്തിൽ അവൾ വേണമെന്നിപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട്, നീ പറഞ്ഞത് വൈകിപ്പോയി, എന്തായാലും നകുലിന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് വിവാഹം നടത്താമെന്ന്, അതുകൊണ്ട് ഇനിയും അത് മാത്രമേ നടക്കത്തുള്ളൂ. അത് മാത്രമല്ല, നാളെ ജ്യോതിഷനെ വിളിച്ചിട്ടുണ്ട് പൊരുത്തമൊക്കെ നോക്കാനെന്നൊക്കെ പറയുന്നു. മുത്തശ്ശി അങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ അകത്തേക്ക് പോകുന്നുണ്ട്. മഹിയാണെങ്കിൽ ഒരുപാട് വിഷമിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ദേവയാനിയമ്മയാണ്. ദേവയാനിയമ്മ ശ്രേയോടും ഹൈമാവതിയോടും പറയുന്നുണ്ട്, മുത്തശ്ശിയാണെങ്കിൽ വിവാഹത്തിന് സമ്മതിച്ചില്ല എന്ന്. മഹിക്കാണെങ്കിൽ ഇനി ശ്രേയയെ തന്നെ വിവാഹം കഴിക്കേണ്ട സിറ്റുവേഷൻ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ശ്രേയ അപ്പോൾ പറയാണ്, എന്നാലും മഹിയേട്ടനാണെങ്കിൽ ഗംഗയെ വിവാഹം കഴിക്കണമെന്നൊക്കെ പറഞ്ഞു പോയല്ലോ എന്നൊക്കെ. ആ സമയത്ത് ഹൈമാവതി പറയുന്നുണ്ട്, ആ ഗംഗ അവനെ വളച്ചെടുത്തതാണെന്നൊക്കെ. ദേവയാനിയമ്മ അപ്പോൾ പറയുന്നുണ്ട്, മോൾ അതൊന്നും കാര്യമാക്കണ്ട, മോള് മഹിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മഹി നിന്റെ പരിധിക്കാകും, പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മഹി വിവാഹത്തിന് പോലും തീരുമാനിച്ചത് മാളുവിന് വേണ്ടിയാണ്. മാളുവിന് വേണ്ടി ഉറപ്പായിട്ട് വീണ്ടും വിവാഹം കഴിക്കുമെന്നൊക്കെ പറയുന്നു. ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട്, ജാനകി അമ്മ ഗംഗയ്ക്ക് വേണ്ടി നിൽക്കുമെന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ അവരാണെങ്കിൽ നകുലിന് വേണ്ടിയാണ് നിന്നതെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ദേവയാനി അമ്മ പറയുന്നുണ്ട്, ജാനകി അമ്മ എനിക്ക് വർഷങ്ങളായിട്ടറിയാം, അവരങ്ങനെയൊക്കെ പെരുമാറത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്.
ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട് ജാനകി അമ്മ ഇനിയും വാക്കെങ്ങാനും മാറുമോ എന്നൊക്കെ. ആ സമയത്ത് ദേവയാനി അമ്മ പറയുന്നുണ്ട് ഒരിക്കലും മാറത്തില്ല എന്ന്. ദേവയാനിയമ്മ പറയുന്നുണ്ട് മഹി ഇനിയും ഗംഗയുടെ പുറകെ പോകത്തില്ല. അവൻ അവന്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് ശ്രേയയെ തന്നെ വിവാഹം കഴിക്കും. നിങ്ങൾ നോക്കിക്കോ സമാധാനമായിട്ടിരിക്കാനെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ ശ്രേയയ്ക്ക് സന്തോഷമാകുന്നു. പിന്നീട് കാണിക്കുന്നത് ഗംഗയാണ്. ഗംഗ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശി അവിടേക്ക് വരുന്നു. മുത്തശ്ശി പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ റെഡിയാകണം, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഈ വീടാണെങ്കിൽ നമ്മൾ വിരുന്ന് വന്ന വീടാണ്, ഇനി ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ ഗംഗ പറയുന്നുണ്ട് പറ്റത്തില്ല, എനിക്കിവിടെ നിന്നേ പറ്റത്തുള്ളൂ. മുത്തശ്ശി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇഷ്ടമല്ലാഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചതാണ്, പക്ഷെ ഇത് മാത്രം പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശി അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്നെ അനുസരിക്കത്തില്ല എന്നൊക്കെ. ഗംഗ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല എന്ന്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്